ഹനാൻഷ വന്ന് 4 പാട്ടും പാടി ഹനാൻഷ വീട്ടിൽ പോയി. അത് മാത്രമല്ലല്ലോ നമുക്കുള്ള പരിപാടി, ഇനി ഒരു DJ പ്രോഗ്രാമും കൂടെ ഉണ്ട്. എന്തായാലും ഹനാൻഷയെ കാണാൻ വേണ്ടി മഴ നനഞ്ഞു. എന്നാ പിന്നെ അങ്ങ് കുളിച്ചു കയറാമെന്ന് തീരുമാനിച്ചു. എന്തോ എല്ലാവർക്കും ഒറ്റ മൈൻഡായിരുന്നു. മഴയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തുള്ളാനിറങ്ങി. കുറച്ചുകൂടി ഞങ്ങൾ തുള്ളുന്ന ക്ലിപ്സ് ഒക്കെ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നാളെ തൊട്ട് എനിക്ക് ആ ഹോസ്റ്റലിന്റെ പരിസരത്തോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട. കോളേജിലെ പ്രോഗ്രാമിന് ഓഡിറ്റോറിയത്തിനകത്ത് ഫുൾ അടച്ചുപൂട്ടി ഫുൾ ഇരുട്ടത് നിന്ന് തുള്ളാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ടായിരുന്നുള്ളൂ. എവിടുന്ന് കിട്ടി ഈ ധൈര്യം എന്ന് എനിക്കറിയാൻ വയ്യ. ഇത്രയും വേണ്ടത് ഇത്രയും ആളുകളുടെ ഇടയ്ക്കിടത്തുള്ള ഒറ്റമേനെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അവരും ഉണ്ടായിരുന്നു. അത് തന്നെയാ കാര്യം. കുറെ നേരത്തേക്ക് പരിസരം പറഞ്ഞ് എല്ലാവരും നല്ല രീതിക്ക് ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ 4:30 ആയപ്പോഴത്തേക്കും കൊടിയും വീശി പരിപാടികളും കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റത്തെ പരിപാടിയും കഴിഞ്ഞു, കൂക്കുവിളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ഇനിയൊരു പരിപാടി മഴയത്ത് കിട്ടുമോ എന്നറിയത്തില്ല. പക്ഷെ എന്തായാലും കിട്ടിയ പരിപാടി കിടിലമായിരുന്നു. പരിപാടി എല്ലാം കഴിഞ്ഞ് ആ കൂട്ടത്തിൽ നിന്ന് വെളിയിറങ്ങിയപ്പോഴാണ് കൂടെ നിന്നതിന്റെയൊക്കെ മുഖവും കയ്യും കാലും ഒക്കെ ഒന്ന് മര്യാദയ്ക്ക് നോക്കിയത്. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണെങ്കിലും എല്ലാത്തിന്റെയും മുഖം ഒരു അവസ്ഥയെ, മുഖം മാത്രമോ ഡ്രസ്സും ചെരുപ്പും എല്ലാം ഒരു പരുവമായിട്ടുണ്ട്. എന്തോ കിളയ്ക്കാൻ പോയിട്ട് വന്ന അവസ്ഥയാണ് ഞങ്ങളുടെയൊക്കെ കാലുകൾ കാണുമ്പോൾ. രാവിലെ ഞങ്ങൾ ഇറങ്ങിയ കോലവും ഇപ്പോഴത്തെ ഞങ്ങളുടെ കോലവും. അപ്പൊ ഓക്കെ, ബൈ.